ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആകുന്ന കിച്ചൺ ടിപ്സ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ എന്താ പുതിനയൊക്കെ എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ ഒരു പുതിനയൊക്കെ വീട്ടിൽ നട്ടു വളർത്താനായിട്ട് നഴ്സറിയിൽ നിന്നൊക്കെ തൈകളൊക്കെ വാങ്ങിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും വരെ ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന തണ്ടിൽ നിന്ന് തന്നെ നമുക്ക് മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ, അതായത് ഞാൻ പറഞ്ഞിരുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ ഇതിൽ നിന്ന് വേര് മുളച്ചു വരും കേട്ടോ. എനിക്കിത് സക്സസ് ആയ ഒരു ടിപ്പ് കൂടിയാണ് കേട്ടോ. ഞാൻ 2 തവണ ഇതുപോലെ പുതിനയെല്ലാം വളർത്തിയിട്ടുണ്ടായിരുന്നു. ആ 2 തവണയും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തത്. അന്ന് ഞാൻ ഇതുപോലെ ഒരു ചാനൽ കണ്ടിട്ട് ചെയ്ത് നോക്കിയതാണ്. അന്ന് പിന്നെ യൂട്യൂബ് ചാനലൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സക്സസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടിപ്പ് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ പുതിനയിലൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ടൈമിൽ ഇച്ചിരി കട്ടി കൂടിയ, അതായത് മൂത്ത തണ്ടോട് കൂടിയുള്ള പുതിനയില വാങ്ങാനായിട്ട് നോക്കണം കേട്ടോ. എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് വേര് മുളച്ച് വരുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇലകളൊന്നും ആവശ്യമില്ല. ഇലകളൊക്കെ ഒന്ന് എടുത്തു മാറ്റാം. പിന്നെ ഇതുപോലെ തീരെ ചെറിയ ഇലകളൊന്നും നുള്ളി മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന്റെ അവസാനമായിട്ട് ഇതുപോലെ 1-2 ഇലകൾ മാത്രം വെച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു 8-10 തണ്ടുകൾ എടുക്കാം. ഇപ്പൊ ഞാൻ ഇത് തണ്ടിലെ ഇലകളൊക്കെ നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ലെവലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ വെള്ളമാണ്. ഈ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലോട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ച പുതിനയുടെ തണ്ട് ഉണ്ടല്ലോ, ആ ഒരു തണ്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വെച്ച് 3-4 ദിവസം കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് വേരൊക്കെ ഇറങ്ങി വരും കേട്ടോ. അങ്ങനെ വേരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മണ്ണിലോട്ട് നടാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച പുതിനയിലൊന്നും ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും വരില്ല കേട്ടോ. അപ്പൊ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് അന്ന് തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്ന് വേരൊക്കെ വന്നിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതുപോലെ തണ്ടിൽ നിന്ന് ഇളക്കിയെടുത്ത പുതിനയില കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഗ്ലാസ് ബോട്ടിൽ എടുത്തതിന് ശേഷം അതിലോട്ട് ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുക. ടിഷ്യൂ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വൈറ്റ് പേപ്പർ ഇട്ട് കൊടുത്താലും മതി. ഇനി അതിലോട്ടേക്ക് പുതിനയില ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. കുറെ നാള് കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പൊ പുതിനയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് നഴ്സറിയിൽ നിന്നൊക്കെ തൈകൾ വാങ്ങുന്നതിന് മുന്നിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഉറപ്പായും നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ 2 കുപ്പിയുടെ അടപ്പൊക്കെ എടുത്തിട്ടുണ്ട്. 2 കുപ്പിയുടെ അടപ്പൊന്നും വേണ്ട, 1 മാത്രം മതി കേട്ടോ. കാണിക്കാനായിട്ട് ഞാൻ എടുത്തൊന്ന് മാത്രം. പിന്നെ ഇതുപോലെ അടപ്പ് എടുക്കുന്ന ടൈമിൽ ഇച്ചിരി വീതി കൂടിയ ടൈപ്പ് എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. പഴയൊരു കത്തി ചൂടാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ ഡബിൾ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നമ്മുടെ കിച്ചണിന്റെ വോളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതെന്തിനാ ഒട്ടിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കാത്ത, അതായത് മിക്സി ഒന്നും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുടെ വയറൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ വോളിലായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ എപ്പോഴും ഒതുങ്ങിയിരുന്നോളൂ കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള ബോട്ടിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ കറണ്ട് പോക്കൊക്കെ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് കറണ്ട് പോകുമ്പോഴൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു ഗ്ലാസ് ആണ്. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിയാണ്. ഇതുപോലെ ഏതെങ്കിലും ഒരു അരി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഗ്ലാസിന്റെ 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതിന്റെ 3/4 ഭാഗത്തോളം വെള്ളമാണ്. പിന്നെ ഞാൻ ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഏത് എണ്ണയാലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലെ ഒരു ബഡ്സ് ആണ്. ഈ ഒരു ബഡ്സിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബഡ്സ് ഈ ഒരു ഗ്ലാസിന്റെ ഉള്ളിലോട്ടേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് സാധാരണ വിളക്കൊക്കെ കത്തിക്കുന്ന പോലെ കത്തിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു എണ്ണ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ഇത് കുറെ നേരം നിന്ന് കത്തിക്കോളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യ ഘട്ടത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. പിന്നെ കത്തിക്കുന്നതിന് മുന്നായിട്ട് ഈ ഒരു ബഡ്സിലോട്ട് എണ്ണ പുരട്ടി കൊടുക്കാൻ മറക്കണ്ട. എന്നാൽ മാത്രമേ ഇത് കുറെ നേരം ഇരുന്ന് കത്തുള്ളൂ കേട്ടോ. അപ്പൊ പെട്ടെന്നൊരു മുന്നറിയിപ്പ് ഇല്ലാതെ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണിത് കേട്ടോ. സാധാരണ വിളക്കൊക്കെ നമ്മൾ കത്തിക്കുകയാണെങ്കിൽ ഒത്തിരി എണ്ണ യൂസ് ചെയ്യേണ്ടി വരും. ഇതിലോട്ട് നമ്മൾ ആകെ 1 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കുറെ നേരം ഇരുന്ന് കത്തുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ബഡ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് എല്ലാവരുടെ വീട്ടിലും ബഡ്സ് ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പൊ ഇതുപോലുള്ള തിരി എടുത്തതിന് ശേഷം, ഇനിയിപ്പോ തിരിയും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കോട്ടന്റെ ഒരു പീസ് തുണി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചെടുത്താലും മതി കേട്ടോ. ഇനി ഒരു കമ്പിലോട്ട് ഇതുപോലെ നമ്മുടെ തിരി ചുറ്റി കൊടുത്തതിന് ശേഷം ഒരു നൂലോ മറ്റോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇപ്പൊ ഞാൻ തിരിയുടെ തന്നെ വേറൊരു പീസ് ഞാൻ എടുത്തിട്ട് കെട്ടിക്കൊടുക്കുകയാണ്. ഇനി ഈ ഒരു സ്റ്റിക്ക് നമ്മൾ നേരത്തെ ബഡ്സ് ചെയ്തതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ്സിലോട്ട് കുത്തിയിറക്കി കൊടുക്കുക. അതിനുശേഷം കത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറെ നേരം ഇരുന്ന് കത്തുകയും ചെയ്യും കേട്ടോ. നേരത്തെ കണ്ടതുപോലെ തന്നെ അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു ബോട്ടിൽ വെള്ളമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എടുക്കുക നമ്മുടെ ഫോൺ തന്നെയാണ്. ഇതുപോലെ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് അങ്ങ് ഓൺ ആക്കി വെക്കുക അല്ലെ. അപ്പൊ ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കുന്ന ടൈമിൽ ചെറിയൊരു ഏരിയയിൽ മാത്രമേ നമുക്ക് ലൈറ്റ് കിട്ടുള്ളൂ. അപ്പൊ ഇതുപോലെ ആ ഒരു ഫ്ലാഷ് ലൈറ്റിന്റെ മുകളിലായിട്ട് വാട്ടർ ബോട്ടിൽ വെക്കുകയാണെങ്കിൽ ആ ഒരു ഫോണിന്റെ ലൈറ്റ് ഇച്ചിരി കൂടി വൈഡ് ആയിട്ട് നമുക്ക് കിട്ടും. അതായത് നമ്മൾ സാധാരണ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ പരന്ന് കിടക്കും നമ്മുടെ ആ ഒരു ലൈറ്റ് ഈ ഒരു വാട്ടർ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ നേരത്തെ പോലെ തന്നെ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യ ഘട്ടത്തിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. അപ്പൊ പെട്ടെന്നൊക്കെ കറണ്ട് പോയാൽ, അതായത് നിങ്ങളുടെ കയ്യിൽ എമർജൻസിയോ അല്ലെങ്കിൽ ഇൻവെർട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ മെഴുകുതിരിയോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത്ര അത്യാവശ്യ ഘട്ടത്തിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.